ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് കാട റോസ്റ്റ് അല്ലെങ്കിൽ കാടക്കറി എന്നും പറയാം. റോസ്റ്റ് ആക്കാൻ വെച്ചത് കറിയായി പോയതാണ്. അപ്പോൾ രാത്രി പൊറാട്ട മേടിക്കാമെന്ന് പറഞ്ഞു പപ്പേനെ കാട കൊണ്ടുവരും ചെയ്തു. മമ്മി മുഖത്തോട് മുഖം നോക്കിയിരുന്നു ആരുണ്ടാക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാം. കിച്ചണിൽ കുറേ കയറിയിട്ട് അപ്പം എൻ്റെ കഴിവ് ഒന്നും കൂടി ഒന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കാരണം അവസരമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഈ കസൂരി മേത്തി പറഞ്ഞൊരു സാധനമുണ്ട്, എന്നോട് പറയണം എന്നൊക്കെ തോന്നി. കാരണം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ളൂ, ബീഫ് കറി ഉണ്ടാക്കാനുള്ളൂ, മീൻ കറി ഉണ്ടാക്കാനുള്ളൂ, ഒക്കെ ഉണ്ടാക്കാനുള്ളൂ ഈ ഒരു കസൂരിമേ തേനുണ്ടാവും. അത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ അത് ഇട്ടാൽ ഒരു പ്രത്യേകത ഫ്ലേവർ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ കറികൾക്ക് എല്ലാ സാധനവും ഇട്ടതിന് ശേഷം പിന്നെ ഫുൾ ടേസ്റ്റിങ് ആ കാരം. കറി ഇറക്കി പാത്രത്തിൽ കറി ഒഴിക്കുന്നത് വരെ ഫുൾ ടേസ്റ്റിങ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മസാല ഉണ്ടാക്കിയതിന് ശേഷം കാടകളൊക്കെ ഇറക്കി വെച്ചിട്ട് അങ്ങനെ കുറേ വേവൊന്നുമില്ല, കുറച്ച് വേവനുള്ളൂ കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള റിയാക്ഷൻ ഒന്നും എന്നെ കൂടെ എടുക്കാൻ പറ്റില്ല, കാരണം അവരൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് കാടക്കറി കമിഴ്ത്തിയതിന് ശേഷം അതിൽ നിന്നൊരു പൊട്ട് പൊറാട്ട എടുത്ത് പീസ് കഴിച്ച എൻ്റെ മോനെ സീന് സാധനം.